ഇന്ന് നേരത്തെ എഴുന്നേറ്റു. കാരണം ഇന്ന് ഒരുപാട് കാര്യങ്ങൾ തീർക്കാനുണ്ട്. ഒരുപാട് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ. ഇന്നത്തെ ഉച്ച വരെ വീട്ടിലെ കാര്യങ്ങളെല്ലാം നോക്കിയതിന് ശേഷം ഉച്ച കഴിഞ്ഞ് നമുക്ക് ഇന്ന് പ്രോഗ്രാമുണ്ട്. മറ്റേ ചേച്ചിയുടെ മോക്ക് പ്രോഗ്രാമുണ്ട്. ഇന്ന് കാട്ടിൽ മേക്കതിൽ അമ്പലത്തിൽ വെച്ച് പ്രോഗ്രാമുണ്ട്. അപ്പോൾ ആ പ്രോഗ്രാമിന് പോകേണ്ടത് കൊണ്ട് തന്നെ രാവിലെ എഴുന്നേറ്റ് അത്യാവശ്യം ജോലികളെല്ലാം തീർത്തിട്ട് പോകാമെന്ന് കരുതി. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് അരി അടപ്പിട്ടു. അതിനുശേഷം നേരെ ഞാൻ സോയാബീൻ കറി വെക്കുകയാണ്. ഇന്ന് ഉച്ചയ്ക്ക് ഒരു നേരത്തേക്ക് മതി, രാത്രി പിന്നെ താമസിക്കും വരെ. അത് കാരണം ഒരു നേരത്തേക്ക് മതിയല്ലോ. അപ്പോൾ സോയാബീൻ ഫ്രൈ ചെയ്തിട്ട് കറി വെക്കുകയാണ് ഞാൻ ഇതിനു മുമ്പ് സോയാബീൻ്റെ റെസിപ്പി ഞാൻ ഇട്ടിട്ടുണ്ട്, എങ്കിലും ഇതിലൂടെ ഞാൻ പറയുന്നുണ്ട്. അപ്പം ആദ്യം സോയാബീൻ കുറച്ചെടുത്ത് വേവിച്ച് മഞ്ഞൾപ്പൊടി ഉപ്പും ഇട്ട് വേവിച്ചതിന് ശേഷം അത് പിഴിഞ്ഞെടുത്തതിന് ശേഷം നല്ലതായിട്ട് വൃത്തിയായി കഴുകണം. അതിനുശേഷം നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ വെളുത്തുള്ളി, ഇഞ്ചി, അതുപോലെ സവാള ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് വഴറ്റിയെടുത്തതിന് തേങ്ങാക്കൊത്ത് എല്ലാം കൂടിയിട്ട് വഴറ്റിയതിന് ശേഷം അതൊന്ന് വെന്ത് വരുമ്പോൾ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, അതേപോലെ നമ്മുടെ ഗരം മസാല അല്ലെങ്കിൽ ചിക്കൻ മസാല, എന്ത് മസാലപ്പൊടി ആയാലും കുഴപ്പമില്ല, അതിട്ടതിന് ശേഷം നമ്മുടെ തക്കാളിയും കൂടി ഇടുക. ഇട്ട് നന്നായിട്ട് വഴറ്റി നല്ലതുപോലെ തക്കാളി വെന്തുടഞ്ഞതിന് ശേഷമാണ് നമ്മൾ സോയാബീൻ വറുത്തത് അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഞാൻ കുറച്ച് സോയാബീൻ മാത്രമേ അതിനകത്ത് ഇട്ടിട്ടുള്ളൂ. ബാക്കി വറുത്തത് വെച്ചേക്കുക. അത് ചോറിന് കൂടെ മോന് കൊടുത്തു വിടാനായിട്ട് കറിയും വറുത്തതും കൂടി സെപ്പറേറ്റ് ആയിട്ട് വെച്ച് കൊടുത്തു വിടാമെന്ന് വിചാരിച്ച് ഞാനത് കുറച്ച് മാറ്റി വെച്ചതാണ്. അങ്ങനെ സോയാബീൻ കറി റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഞാൻ പുട്ടും കൂടി റെഡിയാക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ നേരെ തുണി കഴുകാനാണ് പോയത്. പിന്നീടുള്ള വീഡിയോ പിള്ളേരെ സ്കൂളിൽ വിട്ടു, അങ്ങനെ ഭയങ്കര തിരക്കായിപ്പോയി. അതിനുശേഷം ഞാൻ നേരെ കടയിൽ പോയി കുറച്ച് സാധനങ്ങൾ, പലചരക്ക് സാധനങ്ങൾ പകുതി മുക്കാലും തീർന്നിരിക്കുകയായിരുന്നു. അപ്പോൾ അതെല്ലാം അത്യാവശ്യമുള്ള എല്ലാ സാധനങ്ങളും വാങ്ങിച്ചു. അതിൻ്റേതായ പാത്രങ്ങളിലെല്ലാം ഇട്ട് വെക്കണമല്ലോ. അപ്പോൾ പെട്ടെന്ന് തന്നെ അതെല്ലാം ഞാൻ ഇട്ട് വെക്കുകയാണ്. ഇട്ട് വെച്ചിട്ട് എന്നിട്ട് ചോറ് കഴിക്കുക, കാട്ടിലമ്പലത്തിലേക്ക് പോകണം. അതിൻ്റെ വെപ്രാളം പിടിക്കുകയാണ്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഞാൻ എല്ലാം അതിൻ്റേതായ പാത്രങ്ങളിൽ മൊത്തം ഇട്ടിട്ടില്ല. ബാക്കിയുള്ളതെല്ലാം ഞാൻ ആ നീല ബക്കറ്റിൽ തന്നെ ഇട്ട് സ്റ്റോർ ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. അത് നാളെ വന്നിട്ട് ഇനി എല്ലാം കൂടി അതിൻ്റേതായ പാത്രങ്ങളിൽ തട്ടിയിട്ട് വൃത്തിയാക്കി വെക്കാം എന്ന് വിചാരിച്ച് ഞാൻ എല്ലാം തക്കാലത്തേക്ക് അതിനകത്താക്കി വെച്ചിരിക്കുകയാണ്. അങ്ങനെ അങ്ങ് ഇരുന്നോളുമല്ലോ. അപ്പം നാളെ വന്ന് സൗകര്യമായിട്ട് നമുക്ക് പറക്കി വെക്കാമല്ലോ. അപ്പോൾ കാട്ടിലമ്പലത്തിലെ പ്രോഗ്രാമിൻ്റെ വീഡിയോ ഞാൻ ഇടും. അത് ഇന്ന് എടുത്തിട്ട് നാളെ ഞാൻ എഡിറ്റ് ചെയ്ത് നാളെ ഞാൻ ഷോർട്സ് ആയിട്ട് ഇടാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ.